ഞങ്ങൾ ഇന്നൊരു ഓഫ് റോഡ് യാത്ര പോവാണ്. മാങ്കുളം. ഇതാണ് നമ്മുടെ സാരഥി, ജീപ്പിൻ്റെ സാരഥിയാണ് സാവിയ ചേട്ടൻ. ഇതാണ് നമ്മുടെ വണ്ടി. കുരിക്കുട്ടൻ, ഷെർമോൻ, റിജോ. ഞങ്ങൾ 4 ചങ്കുകളും കൂടെ കൂടി ഇന്ന് പോവാണ്, യാത്ര പോവാണ്. കുളിക്കാൻ നല്ല സൂപ്പർ സ്ഥലമാണോ? പ്ലാനിങ് തന്നെ. അപ്പൊ നമ്മൾ നേരെ മാമലക്കണ്ട് പോകുന്നില്ലല്ലോ, മാമലക്കണ്ട വഴിക്ക് പോകുന്നേ. 10 മണിക്ക് മാങ്ങണമെന്ന് പറയണം. ഈ മഴയത്തായതുകൊണ്ടായിരിക്കും 10 മണി. നമ്മളെ ജീപ്പിൽ കൊണ്ടാന്ന് പറഞ്ഞില്ല, അവിടെ ചെല്ലുമ്പോ ആ ചേട്ടനെ എപ്പോഴാ ചെല്ലാൻ പറ്റും? 10 മണി. ഇപ്പൊ സമയം 7:30 ഇടാം. അപ്പൊ നോക്കിട്ട് പോയാൽ മതി. കറക്റ്റ്. എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്തുകൊണ്ടേ, ഞാൻ മാങ്കുളത്തിന് വിളിച്ചിട്ടേ നമ്മൾ എത്ര മണിക്കൂറിട്ട് ഇവിടുന്ന് ഓടി എത്തും ചോദിച്ചു. അത് നിങ്ങളുടെ ഓടിന് വഴിക്കുന്നത് പുള്ളി പറയും. മാമലക്കണ്ട് കട്ട് ചെയ്യാം. നല്ല ഡിഗ്രിയുണ്ട്. നേരിമംഗലം സിറ്റിയിലേക്കാണ് ബോർഡർ കണ്ടോ? അയ്യോ, ഇവിടെ ബ്ലോക്ക് ആയി പോയാ. നീ വീഡിയോ എടുത്തു. എടാവേ, നേരിമംഗലം പാലം പണി കേട്ടോ, എല്ലാവരും കണ്ടു. ഇനി ചിലപ്പം പാലം പൊളിക്കൂലായിരിക്കും അല്ലേ? പാലം പൊളിച്ചോ? പാലം പൊളിക്കില്ലായിരിക്കും. പാലം പൊളിച്ചാൽ പോകാൻ പറ്റില്ല. പാലം അങ്ങനെ ഒരു എന്താ പറയാ, പിന്നെ സമാന്തര പാതയുടെ കാണാം. പിന്നെ എത്ര വർഷം പഴക്കമുള്ള ഈ പാലം? ഇത് നല്ല വർഷം പഴക്കമുള്ള, നല്ല പഴക്കമുള്ള പാലം അത്. 1935 35. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി വായിക്കാം. ഇതാട്ടോ ഭയങ്കര ആനയുള്ള സ്ഥലം. ഇഞ്ചത്തോട്ടേ അവിടെ ഒരു പാലം ഇല്ലടാ, ഒരു എടാ പാലം. ആ തൂക്കുപാലം കണ്ടിട്ട് പോവായിരുന്നു. നമ്മുടെ മാമലക്കണ്ടം പോകണില്ലേ? മാമലക്കണ്ടം പോയില്ലേ? ഉണ്ട്. സമയം 8 മണിയാവോ? ഇവിടെ ആന ഈ ഇടയ്ക്ക് ഇറങ്ങല് ഭയങ്കര ആവും. നമ്മള് നേരിമംഗലം കയറിക്കൊണ്ടിരിക്കുവാട്ടോ. വേണ്ട, അന്ന് നേരെ മാമലം. ഞങ്ങള് നേരിമംഗലം. നേരെ പോരുവാ. ഞങ്ങൾ അതുവഴി പോവാ. അതുവഴി ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞങ്ങളുടെ ജീപ്പായിരിക്കണേ. ഞങ്ങൾ തിരിച്ചു പോവാം അല്ലേ? ആയിക്കോട്ടെ. അപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് കൊട്ടൊക്കെ കൊടുത്ത് ഇതൊക്കെ എടുക്കാം. വളരെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലേറ്റ് മേടിച്ചില്ല. അപ്പോൾ കൂവേല, നമ്മുടെ സുഹൃത്ത് കൂവേല പറിക്കുക, വെട്ടിയെടുക്കുക. എത്രയാ? 4 കൂവേല. 4 എടുത്തോ. 4 മതി. 4 പ്രകൃതിയോടെ ഇണങ്ങി അല്ലേ ഫുഡ് കഴിക്കുക അല്ലേ? അങ്ങനെ വേണം. ശരിയാ. ഈ പ്ലാസ്റ്റിക് ഒക്കെ ചുവന്നുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടിടേണ്ട കാര്യമില്ല അല്ലേ? പ്രകൃതിയോട് കൂടി
രാവിലെ എന്നാ കഴിക്കാൻ മേടിച്ചേ? രാവിലെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മള് 3 ഭക്ഷണം സെറ്റ് ചെയ്തു. ഓക്കെ, അത് കൊള്ളാം. പ്രകൃതിദത്തമായിട്ട്. എടാ, നമ്മളെവിടുന്ന് തിരിഞ്ഞു കയറിയത് എവിടുന്ന്? മച്ചിപ്ലാവിന് റൂട്ടിൽ നമ്മൾ വന്നേക്കുന്നത്. അപ്പം പിന്നെ മുകളിലേക്ക് പോകാണ്ട് മെയിൻ റൂട്ടിൽ പോകാണ്ട് നമുക്ക് മച്ചിപ്ലാവിന് തിരിഞ്ഞു കയറിയാൽ മാങ്കുളം പോകാൻ എളുപ്പമല്ലേ? എളുപ്പം. ഇതന്നെ പൊറോട്ടയും ബീഫും മേടിച്ചു. നമ്മൾ വാങ്ങിച്ചത് പൊറോട്ടയും ബീഫ് കറിയാണ്. അടിപൊളി. നമ്മൾ അപ്പ ചോദിച്ചത്, അപ്പൊ നമുക്ക് അപ്പം കിട്ടിയില്ല. അപ്പൊ പൊറോട്ട, പക്ഷെ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. നല്ല പഞ്ഞി പൊറോട്ട. അപ്പൊ അതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് സാവ്യവാശാണ്. സാവ്യവാശാൻ ഇങ്ങനെ ഒരു ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. അവിടെ നിർത്തി. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സാരഥി ഷെർമോൻ മലയാറ്റിൽ. മലയാറ്റിലാണ്. താൽക്കാലിക സാരഥി. ശുദ്ധനാ അതാ ഇങ്ങനെ പറയുന്നത്. ആ കഥയെ പറയാം. നീ അവിടെ പോയി എടുത്തേ. ചേട്ടന്മാരെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ അല്ല ചിക്കൻ നല്ല പൊറോട്ട, നല്ല ബീഫ്. പൊറോട്ട കുഴപ്പമില്ല കേട്ടോ. അതെ, നമ്മളെ റിജ അവൻ കടിക്കോ? പുലിക്കുട്ടൻ നമ്മുടെ അടുത്ത സാരഥി ശർമ്മോനാണ്. നമ്മൾ ഹാപ്പിയാണ്. വിശപ്പിന്റെ ഒന്നുമില്ല, വിശപ്പൊക്കെ പോയല്ലോ. ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക. നല്ല ഭക്ഷണമല്ലേ കഴിച്ചത്? ദേവന്മാർ രണ്ടും കൂടെ ഇതിന്റെ അകത്ത് ഇരിക്കണ വേണ്ടി കഴിഞ്ഞാണ്ടല്ലോ, മറ്റേ ഹട്ടിലിരിക്കണോ, അതൊക്കെ പുറകില് തുണിയൊക്കെ ഈ മാംഗ്ലൂരിൽ ഒരു ബസ് സർവീസ് ഉണ്ടെന്നാണ്. ഈ റൂട്ട് ബസ് ഉണ്ടോ? നല്ല റൂട്ടാണ്. ഇങ്ങോട്ടൊക്കെ പോകേണ്ട വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ജീപ്പിന്റെ ആളല്ലേ? ആ ജീപ്പിന്റെ ആള്. നമ്മളെ ശരിക്കും ഈ ജീപ്പിന് പോകുന്നില്ല എന്ന് വെച്ച കാരണം നമുക്കൊന്നും റോഡ് അറിയില്ല. നമുക്ക് റൂട്ട് അറിയില്ല. മഴ പെയ്യോ കാട്ടിനകത്ത് പെട്ടുപോകാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വണ്ടി സേഫ്റ്റി ആയിട്ട് ഇട്ടിട്ട് നമ്മൾ അവിടുത്തെ വണ്ടിക്ക് അവർക്കൊരു വരുമാനം കൂടെ ആവും അല്ലേ? ശരിക്കും ആ നാട്ടില് ടൂറിസം വികസിക്കട്ടെ. അത് ശരിയാ. ഇത് പുറവില്ല, കേരളാത്ത സ്ഥലമൊന്നുമില്ല. അടിപൊളി. ഇവിടെ ടൂറിസ്റ്റുകൾ ഇറങ്ങണം കണ്ടിട്ട് ഇറങ്ങിയത്, എന്താണെന്നറിയാൻ വേണ്ടി ഇറങ്ങിയത്. ഇവിടെ കുഞ്ഞൊരു അരുവി, കുറച്ചും കൂടെ വെള്ളം ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ചെറിയൊരു അരുവിയുണ്ട് ഇവിടെ. നല്ല രസമാണ് കേട്ടോ. പ്രകൃതി ചെറിയ മഴയൊക്കെ പെയ്താണ്ട് നല്ല പച്ചപ്പായിട്ട് കിടക്കുക. ഇതൊക്കെ മാങ്കുളം പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഏലക്കാടാണ് ഈ ഫുള്ള് കാണുന്ന, ഏലക്കാടാണ് എന്ന് പറയുന്ന രീതിയിൽ. അവൻ ഡയറക്റ്റായിട്ടില്ല, അതിന് പോകാനറിയോ? മാങ്കുളം എത്താറായോ? ഏകദേശം ഈ ടൗണാ, ചെറിയ ടൗൺ. അവിടെ വരും മാങ്കുളം. ചെറിയ ടൗൺ കഴിയുന്നു. ഒരു കുഞ്ഞ് സിറ്റിയാണ്. അവൻ അമേരിക്കയിൽ കൂടെ വണ്ടി ഓടിക്കാം. മാങ്കുളം ഫോറസ്റ്റ് ഇറങ്ങുന്നതനുസരിച്ച് കയറിക്കൊണ്ടിരിക്കുമല്ലേ. മാതാവിൻ്റെ ഒരു പള്ളി. നമ്മൾ മാങ്കുളം ടൗണിലെത്തിയിരിക്കുകയാണ്. അല്ലേ ഞാൻ നമുക്ക് വൈകുന്നേരം, ഞാൻ വേറൊന്ന് വിചാരിച്ചു, വൈകുന്നേരം കയറണം മൃഗങ്ങളെ കാണാൻ നല്ലതാണ്. ഇല്ല, നമുക്ക് എത്ര മണിക്ക് തീരുന്നത്? നമുക്കൊരു 2-3 മണിക്ക് വരാം.
നമ്മൾ മാങ്കുളത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുലിക്കുട്ടനെ അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വണ്ടിക്ക് ഞങ്ങൾ ഓഫ് റോഡ് പോവുക. അപ്പം എല്ലാ സാധനങ്ങളും വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുക, ഫുഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബിനിച്ചേട്ടനാണ്. നമുക്കിനി മാങ്കുളം വന്നിട്ട് നമുക്ക് ഒരു ട്രിപ്പ് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ വനത്തിലൂടെ പോകണമെങ്കിൽ ബിനിച്ചേട്ടൻ നമ്മളെ കൊണ്ടുപോകും, നമ്മളെല്ലായിടും കാണിച്ചു തരും. ഇനിയിപ്പം എന്തൊരാവശ്യം വന്നാലും ഇവിടെ വന്നിട്ട് ബിനിച്ചേട്ടനെ വിളിച്ചാൽ മതി. ബിനിച്ചേട്ടൻ്റെ നമ്പറൊക്കെ അടിയിൽ നമ്മൾ കമൻറ്റ് കൊടുക്കുക. അപ്പോൾ ബിനിച്ചേട്ടൻ ഉണ്ടാവും. നമ്മൾ പുതിയ ജീപ്പിൽ പോവാണ്. നമ്മുടെ പുലിക്കുട്ടനെ അവിടെ ഇട്ടിട്ട് നമ്മളതേ അടുത്ത ജീപ്പിൽ പോവാണ്. ബിജുട്ടാ, ചേട്ടനാണ് നമ്മുടെ സാരഥി. ആ ഓക്കെ. ചേട്ടൻ്റെ പേരാണ് എബിൻ. ബെന്നി ചേട്ടനാണ് അടുത്ത സാരഥി നമ്മുടെ. വെള്ളച്ചാട്ടത്തിൽ പോണോ? വെള്ളച്ചാട്ടം ഉണ്ടോ? ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കും. ഇവിടെ 40 രൂപ കൊടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ 40 രൂപ അല്ലേ? എത്ര രൂപ കൊടുത്ത? 40 രൂപ. 40 രൂപ കൊടുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇത് അമ്പോ ആന. ചേട്ടാ ഞങ്ങൾ അപ്പുറത്ത് പോയി നിൽക്കാം. ചടങ്ങ് അപ്പുറം പോക്ക്. കോട്ടെ കുഴപ്പമില്ല. വെള്ളം കൂടുതലുണ്ടോ? കൂടുതലുണ്ടോ? അതങ്ങോട്ട് ആ റോഡ് കൊടികളാണ് 3-4 കൊടികളുണ്ട്.
കുളിക്കണേ. ദിവസത്തില് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല. കാട്ടുമരങ്ങളെ പിടിച്ച് പാറയ്ക്ക് മുകളിലൊക്കെ പെരകെട്ടി വെച്ചേക്കണുണ്ടോ? എൻ്റെ മൂക്ക് കണ്ടോ? എൻ്റെ മൂക്കിൽ കണ്ടോ അട്ട കടിച്ചിരിക്കണ കണ്ടോ? കാട്ടിക്കണ അടങ്ങണ പട്ടിയുടെ മൂക്കിൽ കണ്ടോ അട്ട കടിച്ചിരിപ്പുണ്ടേ പാവം. ഇത് കണ്ടോ, ഇത് മുഴുവൻ ആന വലിച്ചോടിച്ച് വേനക്ക് വന്ന അല്ലേ? കാട്ടുവന്ന് കഴിഞ്ഞോ? അതിന് ഫോട്ടോ എടുത്ത് ഇതിൽ തന്നെയാണോ തിരിച്ചു പോണേ? നമ്മളിതിലൊക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക്. ഇവിടെ നിർത്തുന്ന അപ്പുറം വെള്ളത്തിനെടുത്ത് നിർത്തും. വെള്ളത്തിൻ്റെ എടുത്തെടുത്തോ? വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളം എടുക്കാന്ന് ചെറിയ അരുവിയാണ്. അത് അവിടെ നിന്ന് നിർത്താം. ചെറിയ അരുവിയാ. അത് നല്ല വെള്ളമല്ലേ? നല്ല വെള്ളം കുടിക്കാം.
അതുകൊണ്ട് അവിടെ തോന്നുന്നുണ്ടോ? ഇതൊക്കെ നല്ല പിന്നെ സ്ഥലമായിരുന്നു, അങ്ങോട്ട് കുറിപ്പായിരുന്നു കേട്ടോ. നമുക്ക് അതിനേക്കാൾ നല്ല സ്ഥലം ഇവിടെയായിരുന്നു.